ഹലോ കൂട്ടുകാരെ, ഇവർ വിവാഹിതരായാൽ എന്ന സീരിയലിൻ്റെ വരും ആഴ്ചത്തെ എപ്പിസോഡ് എന്താണെന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ സത്യൻ ഭൂമിയുടെ ക്യാൻറ്റീനിലോട്ട് ചെന്നിരിക്കുകയാണ്. ഒരു കുശലാന്വേഷണമൊക്കെ നടത്തിയതിന് ശേഷം വരാൻ നേരത്ത് സത്യനും ഭൂമിയും ചേർന്ന് ഒരു ഫോട്ടോ എടുക്കാൻ നോക്കുകയാണ്. അപ്പോൾ അംബിക പറയും, എന്നാൽ സാർ ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞ് അംബിക തന്നെയാണ് അവരുടെ ഫോട്ടോ എടുത്തു കൊടുക്കുന്നത്. അപ്പോൾ വരാൻ നേരത്ത് വളരെ ഇമോഷണലായിട്ട് ഭൂമിയുടെ അടുത്ത് വളരെ സങ്കടത്തിൽ യാത്ര പറഞ്ഞിട്ടാണ് വരുന്നത്. കൂട്ടത്തിലൊരു കാര്യം കൂടി പറയും, എൻ്റെ മോളുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഏകദേശം നിൻ്റെ അത്രയും വലിപ്പമായിരുന്നു, നിൻ്റെ പ്രായമാകുമായിരുന്നു അവൾക്ക്. അപ്പോൾ ഭൂമി ആശ്വസിപ്പിക്കും, സാർ വിഷമിക്കേണ്ട, സാറിൻ്റെ മോളേനെയും ഭാര്യേനെയും എന്തായാലും സാറിന് തിരിച്ചു കിട്ടും, സാർ ശുഭപ്രതീക്ഷയോട് കൂടി തന്നെ ഇരുന്നോളൂ എന്ന് പറയുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം അംബികയുടെ അടുത്ത് ഭൂമി പറയുകയാണ്, സാറിൻ്റെ ഭാര്യയെയും മകളെയും കാണാതെ പോയതാണെന്ന്. അങ്ങനെ വീട്ടിൽ വന്നതിന് ശേഷം അംബിക ഇത് നമ്മുടെ അച്യുതനോട് പറയും. അതായത് ഇന്ന് സത്യൻ സാറ് വന്നിരുന്നു ക്യാൻറ്റീനിൽ, എന്നിട്ട് അദ്ദേഹം മോളെ കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു, സാറിൻ്റെ ഭാര്യയും മോളെയും കാണാതെ പോയതാണത്രേ എന്ന്. അപ്പോൾ അംബിക ആലോചിക്കുന്നില്ല, അതായത് ഭൂമിയുടെ അച്ഛനാണിതെന്ന് ആലോചിക്കുന്നില്ല. കാരണം അമ്മയും മകളെയാണ് ഒരുമിച്ച് കാണാതായിട്ടുള്ളത്, ഭൂമിയും മകളെ മാത്രമാണ് ഇവർക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് സത്യൻ്റെ കുഞ്ഞാവുമെന്ന് അംബിക ചിന്തിക്കുന്നത് പോലും ഇല്ല. അത് കേട്ടപ്പോൾ ആകെ അച്യുതന് ആശങ്കയാവും. അപ്പോൾ അച്യുതൻ എങ്ങനെയെങ്കിലും സത്യനെ ഒന്ന് കണ്ടുപിടിക്കണം, സത്യൻ്റെ വീട്ടിലൊന്ന് പോകണമെന്ന് വിചാരിച്ച് സത്യൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട് കണ്ടുപിടിക്കുകയാണ്. അച്യുതൻ ആ വീട്ടിലോട്ട് കയറി ചെല്ലുകയാണ്. കയറി ചെല്ലുമ്പോൾ നമ്മുടെ സത്യൻ ഒരു ഡ്രിങ്ക് മദ്യപിച്ചുകൊണ്ടിരിക്കുകയാവും. അങ്ങനെ, അപ്പോൾ സാർ ഞാൻ ഭൂമിയുടെ അച്ഛനാണ്, എന്നെ ഓർമ്മയുണ്ടോ, ഞാൻ വീട്ടിൽ അന്ന് ലക്ഷ്മി പൂജയ്ക്ക് വന്നിരുന്നു എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇയാൾ പറയും, സത്യം പറയും, എനിക്ക് മനസ്സിലായി, ഭൂമിയുടെ അച്ഛനല്ലേ വരൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മോള് സാറിനെ കുറിച്ച് പറഞ്ഞിരുന്നു, അപ്പോൾ ഞാൻ സാറിനെ വെറുതെ കാണാൻ ഈ വഴി പോയപ്പോൾ ഒന്ന് കാണാൻ വേണ്ടി കയറിയതാണ് എന്ന് പറയും. അതിനെന്താ സന്തോഷമല്ലേ ഉള്ളൂ അച്യുത എന്ന് പറഞ്ഞ് അച്യുതനൊരു ഡ്രിങ്കൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അച്യുതൻ പറയും, വേണ്ട സാർ ഞാൻ കുടിക്കുന്നില്ല എന്ന് പറയും. അപ്പോൾ അപ്പോൾ അദ്ദേഹം പറയും, ഞാൻ കുറച്ച് വർഷമായി ഈ ഒരു സ്വഭാവം തുടങ്ങിയിട്ട് എൻ്റെ മോളേനെയും ഭാര്യേനെയും കാണാതായത് മുതൽ ഞാനിതിന് വല്ലാണ്ട് അഡിക്റ്റാണ്, എനിക്കിതില്ലാണ്ട് ജീവിക്കാൻ പറ്റുന്നില്ലൊരവസ്ഥയാണ് എന്ന്. അപ്പോൾ അച്യുതൻ ചോദിക്കും, സാറ് എങ്ങനെയാണ് അവരെ കാണാതായത് എന്നൊക്കെ ചോദിക്കുകയാണ്. പിന്നെ ഏതൊക്കെ തരത്തിൽ അന്വേഷിച്ചു, പോലീസുകാർ ഏതൊക്കെ തരത്തിലൊക്കെ അന്വേഷിച്ചു എന്നൊക്കെ അച്യുതൻ ചോദിക്കുന്നുണ്ട്. പലതരത്തിൽ അന്വേഷിച്ചു, കിട്ടിയില്ല. ഇനി അപ്പം സത്യൻ പറയുന്ന ഒരു ഡയലോഗ് ഇങ്ങനെയാണ്, അതായത് എന്തെങ്കിലും ഇനി എൻ്റെ മോളെ കിട്ടുകയാണെങ്കിൽ ഞാൻ തീർച്ചയായും അവളെ വളർത്തിയിട്ടുള്ളത് ആരായിരിക്കും, അവരുടെ ആ ഓർമ്മകളൊക്കെ ഞാൻ തീർച്ചയായും മായ്ച്ചു കളയും, എനിക്കും എൻ്റെ മോളേനെ എൻ്റെ മാത്രമായിട്ട് കിട്ടണം എന്ന് പറയുകയാണ് സത്യൻ അച്യുതൻ്റെ അടുത്ത്. അപ്പോൾ അത് കേട്ടപ്പോൾ അച്യുതൻ ആകെ ആശങ്കയാവും. അങ്ങനെ അച്യുതൻ വീട്ടിലോട്ട് തിരിച്ചു വരികയാണ്. തിരിച്ചു വന്നു കഴിഞ്ഞാൽ അച്യുതൻ്റെ മൂക്കിൽ നിന്ന് വീണ്ടും ബ്ലഡ് വരുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് അംബികയ്ക്കാകെ ഭയമാകും. അപ്പോൾ അംബിക പറയും, അച്യുതേട്ടാ ഞാൻ മോളെ വിളിക്കട്ടെ, നമുക്ക് വേഗം ആശുപത്രിയിൽ പോകാമെന്ന് പറഞ്ഞ്. അപ്പോൾ അച്യുതൻ അംബികനെ കുറേ വഴക്ക് പറയും, നീ എന്തിനാണ് എപ്പോഴും ഇങ്ങനെ മോളെ വിളിക്കട്ടെ എന്ന് പറയുന്നത്, മോള് നമ്മളെ അടുത്തില്ലെങ്കിൽ എന്താ നമ്മൾ ചെയ്യുക, അതുപോലെ ചിന്തിച്ചിട്ട് വേണം ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാനെന്ന് പറയുകയാണ്. അപ്പം അംബിക പറയും, ഈ അച്യുതേട്ടൻ എന്താ പറ്റിയത്, കുറച്ച് ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അച്യുതേട്ടൻ ഒന്ന് തുറന്നു പറ എന്ന് പറയുകയാണ്. അപ്പോൾ അച്യുതൻ ഒന്നും പറയുന്നൊന്നുമില്ല. പക്ഷെ അവിടെ നിന്ന് അച്യുതൻ ഓരോരോ കാര്യങ്ങൾ ആലോചിക്കുകയാണ്. ഭൂമിയെ കയ്യിൽ കിട്ടിയതും ഭൂമിയെ വളർത്താൻ തുടങ്ങിയതും, അതുപോലെ ഭൂമിക്ക് ഡ്രൈവിംഗ് പഠിപ്പിച്ചതും, നമ്മുടെ CCTV കാറിലെ ഡ്രൈവിംഗ് പഠിപ്പിച്ചതും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് വിഷമിക്കുകയാണ് അച്യുതൻ. അപ്പോൾ അംബികയ്ക്ക് മൊത്തത്തിലൊരു പന്തികേട് തോന്നുന്നുണ്ട്, എന്താണ് അച്യുതന് പറ്റിയതെന്ന്. അന്ന് രാത്രി അച്യുതൻ പറയുകയാണ്, മോളെ ഭൂമി, നമുക്ക് ഈ നാട്ടിൽ നിന്ന് പോകണം, എനിക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ഈ നാട്ടിൽ നിന്ന് പോകണമെന്ന് പറയുകയാണ്. അപ്പം അംബിക പറയും, അച്യുതേട്ടൻ എന്ത് മണ്ടത്തരാ പറയുന്നത്, നമ്മുടെ ക്യാൻറ്റീൻ്റെ മീതെ പൈസയൊക്കെ ചിലവാക്കിയിരിക്കുകയല്ലേ, അപ്പോഴാണ് ഇനി ഇതെല്ലാം ഉപേക്ഷിച്ച് പഴയ നാട്ടിലൊക്കെ തിരിച്ചു പോകാമെന്ന് പറയുന്നത്, അത് നടക്കില്ല അച്യുതേട്ട എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അച്യുതൻ ആകെ അവിടെ കിടന്ന് ദേഷ്യപ്പെടുകയാണ്. നമുക്ക് നമ്മുടെ നാട്ടിലോട്ട് തിരിച്ചു പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു പോകണം, അതല്ലാണ്ട് വേറെ ഒരു മാർഗവുമില്ല എന്ന് പറഞ്ഞ് അച്യുതൻ അവിടെ കിടന്ന് വാശി പിടിക്കുകയാണ്. ഒന്നും മനസ്സിലാകാതെ അംബികയും ഭൂമിയും പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയാണ്. പിന്നെ നമ്മുടെ പോലീസ് അജയിനെ ഇഷ്ടമല്ല എന്ന് പറയാമെന്ന് വാക്ക് കൊടുത്തിരിക്കുകയാണ് അഞ്ജന. പക്ഷേ മുത്തശ്ശിയോട് അഞ്ജന ഇതൊന്നും പറയുന്നില്ല. എന്നിട്ട് അഞ്ജന ഒരു ബൊക്കെയൊക്കെ ഉണ്ടാക്കിയിട്ട് ബൊക്കയുടെ മീതെ ഒരു ലെറ്ററൊക്കെ എഴുതിയിട്ട് അജയിൻ്റെ പോലീസ് സ്റ്റേഷനിലോട്ട് അയക്കുകയാണ്.
അപ്പോൾ അതിൻ്റെ അത് ലെറ്ററിൽ എഴുതിയിട്ടുണ്ടാവും സ്നേഹപൂർവ്വം അഞ്ജന സാഗർ എന്ന്, വിത്ത് ലവ് അഞ്ജന സാഗർ എന്ന്. അപ്പോൾ അത് കണ്ടപ്പോൾ അജയിനാകെ ദേഷ്യം പിടിച്ച് അജയ് ആ ബൊക്ക എറിഞ്ഞ് കളയുകയാണ് ചെയ്യുന്നത്. അന്ന് വൈകുന്നേരം അഞ്ജനയില്ല, അജയ് തിരിച്ചു വരുമ്പോൾ അജയ് പറയും, നീ എന്താണ് വിവാഹക്കാര്യം മുടക്കുന്നത്, മുത്തശ്ശിയോട് പറയാമെന്ന് പറഞ്ഞിട്ട് എന്താണ് പറയാഞ്ഞത് എന്ന്. അപ്പം അഞ്ജന പറയും, അതെനിക്ക് തോന്നി അതിൻ്റെ ആവശ്യമില്ലയെന്ന്. കാരണം നമ്മൾ തമ്മിൽ തന്നെയാണ് വിവാഹം കഴിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. നിൻ്റെ മനസ്സിൽ വല്ലവരും ഉണ്ടെങ്കിൽ അതൊക്കെ നീ മറന്ന് കളഞ്ഞേക്കുക എന്ന് പറയുകയാണ്. അപ്പോൾ അജയ്ക്ക് ആകെ ദേഷ്യം വരും. അജയ് പറയും, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, എനിക്ക് വിവാഹം നടക്കാൻ സമ്മതമില്ല എന്ന് പറയുകയാണ്. അപ്പോൾ അഞ്ജന പറയുന്നത്, നമ്മുടെ വിവാഹ നിശ്ചയത്തിനുള്ള ഡേറ്റൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്, മോതിരം വരെ മാറാനുള്ള സമയം നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ്. അപ്പോഴാണ് അജയ് പറയുന്നത്, ശരി എന്നാൽ മുത്തശ്ശി തീരുമാനിച്ച സമയത്ത് മോതിരം മാറും, പക്ഷേ ഭൂമി വരും, ആ ഭൂമിയുടെ വിരലിലായിരിക്കും ഞാൻ മോതിരം അണിയിക്കുക എന്ന് പറയുകയാണ് അജയ്. അത് കേട്ടതോടുകൂടി അഞ്ജന ആകെ ഷോക്കാവും. കാരണം എങ്ങനെ ഭൂമിയുടെ അപ്പം ഭൂമിയെയാണോ അവൻ പ്രണയിക്കുന്നത്? ഇവൻ അന്ന് എന്നോട് പറഞ്ഞത് നയനയെ തന്നെ ആണെന്നല്ലോ പ്രണയിക്കുന്നത് എന്ന്. പക്ഷേ ഇവൻ്റെ കൂട്ടുകാരൻ ആൽഫ്രഡ് പറഞ്ഞത് ഭൂമിയെയാണ് അജയ് പ്രേമിക്കുന്നത് എന്നാണ്. പക്ഷെ അപ്പോൾ അഞ്ജനയ്ക്ക് തന്നെ ഒരു കൺഫ്യൂഷനാവും. അഞ്ജന വേഗം പോയിട്ട് ഭവാനിയോട് പറയും, അമ്മേ, അജയ് ആ ചായക്കടക്കാരിയെ മനസ്സിൽ സൂക്ഷിച്ചാണ് നടക്കുന്നത്, അവൻ അവളെ മതിയെന്നാണ് പറയുന്നത്, അവളേനായിട്ട് എൻഗേജ്മെൻറ്റ് കഴിക്കണമെന്നാണ് അവൻ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് ഭവാനിയോട് പറയും. അപ്പോഴും ഭവാനി അപ്പോഴത്തേക്ക് വിവരം അറിയുന്നുണ്ട്. ഭവാനിക്കൊരു സംശയം തോന്നുന്നുണ്ട്, ഇത് സത്യൻ്റെ മകളാണോ എന്ന് സംശയം തോന്നുന്നുണ്ട്. അങ്ങനെ ഭവാനി തഞ്ചത്തിൽ ഭൂമിയെ അവരുടെ വീട്ടിലോട്ട്, അതായത് സൗഭാഗ്യപുരം വീട്ടിലോട്ട് വിളിക്കാനുള്ള ശ്രമമാണ്, എന്തോ ഒരു ഫുഡ് ഉണ്ടാക്കാനെന്നുള്ള രീതിയിൽ. അങ്ങനെ ഭൂമി വരുമ്പോൾ ഭൂമി അപകടത്തിൽപ്പെട്ട് മരിക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിൽ ഒരു സൂത്രം ഒപ്പിച്ച് വെച്ചിരിക്കുകയാണ് ഭവാനി. എന്നിട്ട് പറയുന്നുണ്ട്, നീ സത്യൻ്റെ മോള് ഇന്നത്തോടു കൂടി ഇതിന് അവസാനിക്കണം. കാരണം കമാലിൻ്റെ കയ്യിൽ നിന്നും അറിഞ്ഞൊരു വാർത്ത എന്ന് വെച്ചാൽ സത്യൻ്റെ മകളാണ് ഭൂമി എന്നുള്ളൊരു സംശയമാണ്. അപ്പോൾ ഏത് കാരണവശാലായാലും ഭൂമി അവസാനിക്കുന്നതിലൂടെ ഇവർക്ക് രണ്ട് നേട്ടമാണ് ഉണ്ടാവുന്നത്. കാരണം അഞ്ജനയ്ക്ക് അഞ്ജനയുടെ സ്വപ്നം സാക്ഷാത്കരിക്കുകയും ചെയ്യും. അതുപോലെ ഒരിക്കലും സത്യൻ്റെ മകൾ തിരിച്ചു വരില്ല എന്നുള്ള ഉറപ്പും ഭവാനിക്ക് കിട്ടുകയാണ്. അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഭവാനി. പിന്നെ അതിനിടയ്ക്ക് നമ്മുടെ അഞ്ജനയും ഭൂമിയും തമ്മിൽ കാണുന്നുണ്ട്. അപ്പോൾ ഭൂമിയും അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ അഞ്ജന പറയുന്നുണ്ട്, നീ ഒരു ചായക്കടക്കാരിയായിട്ട് നീ ഈ വീട്ടിൽ കയറാനുള്ള പരിശ്രമത്തിലാണല്ലേ, നിനക്ക് ഈ സ്വത്തും സമ്പാദ്യവും അജയനെയൊക്കെ കണ്ടപ്പോൾ നിൻ്റെ കണ്ണ് മഞ്ഞളിച്ചതല്ലേ, കണ്ണ് മഞ്ഞളിച്ചു, ഞാൻ നിന്നോട് അന്നേ നിന്നെ വാൺ ചെയ്തതല്ലേ, നീ ഇതൊന്നും കാണണ്ട, നീ ഇതൊന്നും കണ്ടിട്ട് തിളയ്ക്കണ്ട, കാരണം അജയ് ഇന്നും എൻ്റേതാണ് എന്ന് ഞാൻ പറഞ്ഞതല്ലേ, പിന്നെ നീ എന്തിനാണ് വീണ്ടും അജയിൻ്റെ പിന്നാലെ നടക്കുന്നത് എന്ന് വെച്ച് അഞ്ജന ഭൂമിയെ ഭീഷണിപ്പെടുത്തുകയാണ്. പക്ഷെ അതിലൊന്നും ഭൂമി വീഴുന്നില്ല. ഇതിൻ്റെ പിന്നിലെ യാഥാർത്ഥ്യം എന്തെന്ന് വെച്ചാൽ, ഭൂമിയുടെ അച്ഛൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഭൂമി അജയുമായിട്ടൊരു കരാറുണ്ടാക്കിയിരിക്കുകയാണ്. അതായത് അജയിൻ്റെ ഭാര്യയായിട്ട് ആ വീട്ടിലെ സൗഭാഗ്യപുരം വീട്ടിലെല്ലാവരുടെ മുന്നിൽ ഭൂമി അഭിനയിക്കാമെന്നും അതിന് തനിക്ക് തക്കതായ പ്രതിഫലം മാത്രം നൽകിയാൽ മതിയെന്നും ആണ് കരാറ്. അപ്പോൾ ആ കരാർ അനുസരിച്ചിട്ടാണ് അവർ മുന്നോട്ട് നീങ്ങുന്നത്. ഇത്രയുമാണ് അടുത്ത ആഴ്ചത്തെ മെയിൻ എപ്പിസോഡ്.